എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 3-ാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. LD ക്ലർക്ക് അല്ലെങ്കിൽ 10th ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സ് തയ്യാറാക്കിയ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാൻ കഴിയുന്നതാണ്. ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുസ്തകം വാങ്ങി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു നിയമന വാർത്തയാണ്. ആദ്യം തന്നെ 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആര്? 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായിട്ട് നിയമിതനായതിൽ ചുമതലയേറ്റത് ആരാണ്? അശുതോഷ് ദീക്ഷിതാണ്. അശുതോഷ് ദീക്ഷിതാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം? 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായിട്ട് അദ്ദേഹം ചുമതലയേറ്റു. ആരാണ്? അശുതോഷ് ദീക്ഷിത്. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായിട്ട് ചുമതലയേറ്റത് ആരാണ്? അശുതോഷ് ദീക്ഷിത് ആണ് കേട്ടോ. നാഗേഷ് കപൂർ, എയർ മാർഷൽ ആയിരുന്ന നാഗേഷ് കപൂർ വിരമിച്ച ഒഴിവിലേക്കാണ് ഇദ്ദേഹം നിയമിക്കപ്പെടുക, അല്ലെങ്കിൽ ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെടുക. അതുപോലെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വ്യോമസേനയുടെ 51ാമത് ഉപമേധാവിയാണ് ആര്? അശുതോഷ് ദീക്ഷിത്. എത്രാമത്തെയാണ്? 51ാമത്തെ ഉപമേധാവിയാണ് ആര്? അശുതോഷ് ദീക്ഷിത്. അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നാമത്തെ പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ്? അശുതോഷ് ദീക്ഷിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ നിയമന വാർത്ത, 2026 ജൂലൈയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത്. 2026 ജൂലൈയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? എൻ ശേഷാദ്രിനാഥൻ. എൻ ശേഷാദ്രിനാഥനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് അദ്ദേഹം നിയമിതനായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രണ്ടാമത്തെ നിയമന വാർത്തയാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണ്? എൻ ശേഷാദ്രിനാഥനാണ്. എങ്കിൽ ഇതിന് മുമ്പുള്ള ഈ ഒരു പോസ്റ്റിൽ ഇരുന്ന ആ വ്യക്തിയുടെ പേര് ഈ സമയത്ത് നമുക്ക് ഓർത്തെടുക്കാമാരാണ്? എ ഷാജഹാൻ. എ ഷാജഹാൻ വിരമിച്ച ഒഴിവിലേക്കാണ് ആര് നിയമിക്കപ്പെടുന്നത്? എൻ ശേഷാദ്രിനാഥൻ നിയമിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ടാമത്തെ വാർത്ത എന്താണ്? 2026 ജൂലൈയിൽ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനാവുന്നത് ആരാണ്? എൻ ശേഷാദ്രിനാഥൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മറ്റൊരു വാർത്ത, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. അതുപോലെ അദ്ദേഹം തന്നെ ആയിരുന്നു ഈ ഒരു വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിച്ചു വന്നിരുന്നത്. പിന്നെ എന്താണ് ഇതിന്റെ വാർത്താ പ്രാധാന്യം എന്ന് നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. കാരണം ഒരു കൊല്ലത്തേക്ക് കൂടി, കഴിഞ്ഞ ദിവസം ഒരു കൊല്ലത്തേക്ക് കൂടി ഇദ്ദേഹത്തിന്റെ കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുന്നു. വിക്രം മിശ്രിയുടെ കാലാവധി ഒരു കൊല്ലത്തേക്ക് കൂടി കേന്ദ്ര സർക്കാർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതാണ് ഇതിന്റെ വാർത്താ പ്രാധാന്യം. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഒരു കൊല്ലം കൂടെ വിക്രം മിശ്രി ഉണ്ടാവും. നമുക്കിനി പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട, ഈ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു കൊല്ലം കൂടെ നമ്മുടെ മനസ്സിൽ ഈ പേരുണ്ടായേ പറ്റൂ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? വിക്രം മിശ്രിയാണ്. ഇന്ത്യയുടെ 35ാമത് വിദേശകാര്യ സെക്രട്ടറിയാണ് കേട്ടോ. അതുകൂടെ ഓർമ്മ വേണം. 35ാമത് വിദേശകാര്യ സെക്രട്ടറിയാണ് ആര്? വിക്രം മിശ്രി. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് ഒരു കൊല്ലത്തേക്ക് കൂടി കാലാവധി നീട്ടിക്കിട്ടിയ അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിക്രം മിശ്രി. ഒരു ഓണർ, ഒരു ബഹുമതിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ അടുത്തായി പഠിക്കുവാൻ പോകുന്നത്. സീഷെൽസിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച പരമോന്നത ബഹുമതി എന്താണ്? നമുക്ക് പഠിക്കാം. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. എന്താണ്? ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ ആണ് സീഷെൽസിലെ പരമോന്നത ബഹുമതികളിൽ ഒന്നാണ്. നരേന്ദ്രമോദിക്ക് ഇത് സമ്മാനിച്ചിരിക്കും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അടുത്തിടെ അദ്ദേഹം സീഷെൽസ് സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു ബഹുമതി സമ്മാനിച്ചിരിക്കുന്നത്. ഇനി ആരാണ് അദ്ദേഹത്തിന് ഈ ബഹുമതി സമ്മാനിച്ചതെന്നുകൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സീഷെൽസിന്റെ 6ാമത്തെ പ്രസിഡന്റ് ആയ പാട്രിക് ഹെർമിനി. ആരാണ്? പാട്രിക്
സീഷെൽസിന്റെ 6ാമത്തെ പ്രസിഡന്റായ പാട്രിക് ഹെർമിനെയാണ് ഈ ഒരു പുരസ്കാരം നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത്. നരേന്ദ്രമോദി നേടുന്ന 34ാമത്തെ രാജ്യാന്തര ബഹുമതിയാണ് കേട്ടോ. നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 34ാമത്തെ രാജ്യാന്തര ബഹുമതിയാണ്. പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, അതുപോലെ കടൽ വിഭവ മാനേജ്മെന്റ്, ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? സീഷെൽസിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ആ പരമോന്നത ബഹുമതി ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷയിലൊന്നാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലിൻ്റെ അഭാവം നിങ്ങളെ വലച്ചിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാനായിട്ട് ടാലൻറ്റ് അക്കാദമി ഇതേ വന്നിരിക്കുന്നു. ടാലൻറ്റ് അക്കാദമിയുടെ ജൂനിയർ ലാബ് അസിസ്റ്റന്റിനായുള്ള റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ മുൻവർഷ ചോദ്യപേപ്പറുകളെ അടിസ്ഥാനമാക്കി മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉയർന്ന മാർക്ക് നേടുവാൻ, നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയിലോട്ട് നിങ്ങളെ എത്തിച്ചേർക്കുവാനായിട്ട് എല്ലാവിധ തയ്യാറെടുപ്പുകളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളുമായിട്ടാണ് ടാലൻറ്റ് അക്കാദമി ഈ ഒരു റാങ്ക് ഫയൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സ് ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകം വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, ഡ്രോൺ ആക്രമണങ്ങൾക്കായി ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന പ്രത്യേക യൂണിറ്റുകളുടെ പേര് നമ്മൾ പഠിക്കുവാൻ പോകുന്നു. ഡ്രോൺ ആക്രമണങ്ങൾക്കായി ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന പ്രത്യേക യൂണിറ്റുകളുടെ പേരെന്താണ്? ബാസ് ബറ്റാലിയൻ. ബാസ് ബറ്റാലിയന്റെ പ്രത്യേകത എന്താണ്? ഡ്രോൺ ആക്രമണങ്ങൾക്കായിട്ട് ഇന്ത്യൻ ആർമി പ്രത്യേകമായി രൂപീകരിച്ച ഒരു യൂണിറ്റ് ആണ് എന്ത്? ബാസ് ബറ്റാലിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോരുത്, ഡ്രോൺ ആക്രമണങ്ങളായി ഇന്ത്യൻ ആർമി രൂപീകരിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക യൂണിറ്റിന്റെ പേരാണ് ബാസ് ബറ്റാലിയൻ. ഇനി ഏത് വിഭാഗത്തിന് കീഴിലാണ് ബാസ് ബറ്റാലിയൻ പ്രവർത്തിക്കുന്നത് എന്നുകൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഏതാണ്? ആർമി ഏവിയേഷൻ കോർപ്സ്. എന്താണ്? ആർമി ആർമി ഏവിയേഷൻ കോർപ്സിന് കീഴിലായിരിക്കും ബാസ് ബറ്റാലിയൻ പ്രവർത്തിക്കുക. എന്താണ് ബാസ് ബറ്റാലിയന്റെ പ്രാധാന്യം? നമ്മൾ പറഞ്ഞു, ഡ്രോൺ ആക്രമണങ്ങൾക്ക് വേണ്ടി മാത്രം ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന ഒരു പ്രത്യേക യൂണിറ്റ് ആണ് ഈ ഒരു ബാസ് ബറ്റാലിയൻ. അപ്പോൾ ഏത് വിഭാഗത്തിന് കീഴിലാണ് ബാസ് ബറ്റാലിയൻ പ്രവർത്തിക്കുന്നത്? ആർമി ഏവിയേഷൻ കോർപ്സ് വിഭാഗത്തിന് കീഴിലായിരിക്കും ഈ ബാസ് ബറ്റാലിയൻ പ്രവർത്തിക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട വാർത്ത നമുക്ക് ചർച്ച ചെയ്യാം. 29ാമത് നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസിന്റെ വേദി, 29ാമത് നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ്, നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ്, അതിന്റെ 29ാമത്തെ പതിപ്പിന്റെ വേദി എവിടെയാണ്? ജയ്പൂരാണ് കേട്ടോ. ജയ്പൂരാണ്, രാജസ്ഥാനിലെ ജയ്പൂരിലാണ് നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ്, നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് നടക്കുന്നത്. എവിടെയാണ്? ജയ്പൂരാണ്. ഇനി എത്രാമത്തെ പതിപ്പാണ്? 29ാമത്തെ പതിപ്പാണ്. നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസിന്റെ 29ാമത്തെ പതിപ്പാണ്. 29ാമത്തെ പതിപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ജയ്പൂർ, രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഈ ഒരു കോൺഫറൻസിന് വേദിയാവുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. 29ാമത് നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസിന്റെ വേദി എവിടെയാണ്? ജയ്പൂർ. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വാർത്ത, പരീക്ഷ പൂർത്തിയായി 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ച സർവകലാശാലയെ പറ്റിയാണ്. പരീക്ഷ പൂർത്തിയായിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ അവർ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ് ആ സർവകലാശാല? വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഏതാണ്? വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയാണ് പരീക്ഷ തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ച ആ ഒരു സർവകലാശാല. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, സ്കൂളുകൾക്കും, കോളേജുകൾക്കും, യൂണിവേഴ്സിറ്റികൾക്കും ഒക്കെ മാതൃകയാക്കാൻ പറ്റിയ ഒരു നേട്ടമാണ്. 5:30 പരീക്ഷ കഴിഞ്ഞത്. 5:30 കഴിഞ്ഞ പരീക്ഷയുടെ ഫലം 5:35 പ്രസിദ്ധപ്പെടുത്തിയാണ് അവർ ഈ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ഏതാണ് ആ യൂണിവേഴ്സിറ്റി? വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഇനി ബംഗളൂരു ആസ്ഥാനമായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. എവിടെയാണ്? ബംഗളൂരു ആസ്ഥാനമായിട്ടാണ് വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? പരീക്ഷ പൂർത്തിയായി 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രസിദ്ധീകരിച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നമ്മൾ ഈ ഒരു പോയിന്റിൽ പഠിച്ചത്, വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, പരമ്പരാഗത ആയോധന കലയായ കളരിപ്പയറ്റിന് കണ്ണൂർ സർവകലാശാലയിൽ കോഴ്സ് ആരംഭിക്കുന്ന ഒരു പോയിന്റ് ആണ്. പരമ്പരാഗത ആയോധന കലയായ കളരിപ്പയറ്റിന് കണ്ണൂർ സർവകലാശാലയിൽ കോഴ്സ് ആരംഭിക്കുകയാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത്. എന്നാൽ കളരിപ്പയറ്റിന്, പരമ്പരാഗത ആയോധന കലയായ കളരിപ്പയറ്റിന് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇങ്ങനെ കോഴ്സുകൾ ആരംഭിക്കുന്നത്? അത് കണ്ണൂർ സർവകലാശാലയിലാണ് കേട്ടോ. നമ്മുടെ 6 മാസത്തെ കോഴ്സുകൾ, അതുപോലെ 1 ഇയർ കോഴ്സുകളാണ്
ആരംഭിക്കുന്നത്. അത് എവിടെയാണ് ആരംഭിക്കുന്നത്? കണ്ണൂർ സർവകലാശാലയിലാണ്. കളരിപ്പയറ്റ് ദേശീയ ഗെയിംസിലേക്ക് ഒരു മത്സര ഇനമായിട്ടൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കളരിപ്പയറ്റിന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതാണ്, വാർത്താ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കിയതാണ്. ആ പരമ്പരാഗതമായ ആയോധന കലയായ കളരിപ്പയറ്റിന് എവിടെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് കോഴ്സുകൾ ആരംഭിക്കുന്നത്? കണ്ണൂർ സർവകലാശാലയിലാണ്, മറന്നു പോകരുത് കേട്ടോ. ഒരു ശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത്. 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകളെ കണ്ടെത്താൻ സഹായിച്ച ആ നൂതന സാങ്കേതിക വിദ്യയുടെ പേര് നമുക്ക് പഠിക്കാം. ദിസ്റ്റവിഡ് എന്നാണ്. 2 ആഴ്ച കൊണ്ട് എത്ര സ്പീഷീസുകളാണ്? റെക്കോർഡ് നേട്ടമാണ്. 31 പുതിയ സ്പീഷീസുകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ആ കണ്ടെത്താൻ സഹായിച്ച സാങ്കേതിക വിദ്യയുടെ പേരാണ് ദിസ്റ്റവിഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്രസീലിയൻ തീരത്തായിരുന്നു ഈ ഒരു ഗവേഷണം നടന്നത്. എവിടെയായിരുന്നു? ബ്രസീലിയൻ തീരത്തായിരുന്നു കേട്ടോ. ബ്രസീലിയൻ തീരത്തായിരുന്നു ഈ ഒരു ഗവേഷണം നടന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഗവേഷണങ്ങളിൽ പങ്കാളികളായ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ ഓർത്തു വെക്കുക. അതിൽ US ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രസീലുണ്ട്, അതുപോലെ ജപ്പാനുമുണ്ട്. ഇത്രയും രാജ്യങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ഗവേഷകർ സംയുക്തമായിട്ടാണ് ഈ ഒരു മിഷന് നേതൃത്വം നൽകിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ പോയിന്റ്? 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകളെ കണ്ടെത്താൻ സഹായിച്ച ആ ഒരു നൂതന സാങ്കേതിക വിദ്യയുടെ പേരാണ് ദിസ്റ്റവിഡ്. 31 സ്പീഷീസുകളാണ് 2 ആഴ്ച കൊണ്ടാണ് ഇത്രയും അധികം സ്പീഷീസുകൾ കണ്ടെത്തിയിരിക്കുന്നത്. എവിടെയായിരുന്നു ഈ ഒരു ഗവേഷണം അരങ്ങേറിയത്? ബ്രസീലിയൻ തീരങ്ങളിലായിരുന്നു ഈ ഒരു ഗവേഷണം അരങ്ങേറിയത്. അതുപോലെ തന്നെ ഈ ഒരു ഗവേഷണത്തിന് സഹകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ബ്രസീലുമുണ്ട്, ജപ്പാനുമുണ്ട്. അപ്പോൾ നമ്മുടെ പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകളെ കണ്ടെത്താൻ സഹായിച്ച നൂതന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ദിസ്റ്റവിഡ്. നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ്, മുറിവുകൾ വേഗത്തിൽ ഭേദമാവുന്നതിനും അണുബാധ കുറയ്ക്കുന്നതിനുമായി സ്മാർട്ട് ബാൻഡേജ് അവതരിപ്പിച്ച സ്ഥാപനം ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കല. എന്താണ്? മുറിവുകൾ വേഗത്തിൽ ഭേദമാവുന്നതിനും അണുബാധ കുറയ്ക്കുന്നതിനുമായിട്ട് സ്മാർട്ട് ബാൻഡേജ് അവതരിപ്പിച്ച സ്ഥാപനം ഏതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കലയാണ് സ്മാർട്ട് ബാൻഡേജ് അവതരിപ്പിച്ചത്. എന്താണ് സ്മാർട്ട് ബാൻഡേജിന്റെ പ്രത്യേകത? മുറിവുകൾ വേഗത്തിൽ ഭേദമാവുന്നതിനും അണുബാധ കുറയ്ക്കുന്നതിനുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ബാൻഡേജ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇനി ആരാണ് ഈ ഒരു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത്? പ്രൊഫസർ പ്രസൂൺ കുമാർ എന്ന് പറയുന്ന ഒരു ഗവേഷകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് വികസിപ്പിച്ചത്. സ്മാർട്ട് ബാൻഡേജ്. അതുപോലെ കുർക്കുമിന്റെ പ്രാധാന്യം നമുക്കറിയാം. ഈ സ്മാർട്ട് ബാൻഡേജിൽ കുർക്കുമിനും ഒക്കെ അടങ്ങിയ ലെയറോട് കൂടിയാണ് ഇവരിത് നിർമ്മിച്ചിരിക്കുന്നത്. കുർക്കുമിൻ അടങ്ങിയ ലെയറോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ബാൻഡേജ് ഇവർ വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആരാണ് ഇത് വികസിപ്പിച്ചത്? പ്രസൂൺ കുമാറിന്റെ നേതൃത്വത്തിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കലയിലെ ഗവേഷകർ, ഒരു കൂട്ടം ഗവേഷകരാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം. മുറിവുകൾ വേഗത്തിൽ ഭേദമാവുന്നതിനും അതുപോലെ അണുബാധ കുറയ്ക്കുന്നതിനുമായിട്ട് സ്മാർട്ട് ബാൻഡേജ് അവതരിപ്പിച്ച സ്ഥാപനത്തിന്റെ പേരാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കല. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിയോഗ വാർത്തയാണ്. 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ സംവിധായകയാണ് വിജയ മേത്തയാണ് 2026 ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത നാടക സിനിമാ സംവിധായക. രംഗായൻ എന്ന് പറയുന്ന അതിപ്രശസ്തമായിട്ടുള്ള ഒരു നാടക സംഘത്തിൻ്റെ സഹസ്ഥാപക കൂടെയാണ് ആര്? വിജയ മേത്ത. രംഗായൻ എന്ന നാടക സംഘത്തിൻ്റെ സഹസ്ഥാപക കൂടെയാണ് വിജയ മേത്ത. അതുപോലെ തന്നെ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തിയുമാണ് ആര്? വിജയ മേത്ത. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള വ്യക്തി കൂടെയാണ് വിജയ മേത്ത. അപ്പോൾ വിജയ മേത്തയുടെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. 2026 ജൂലൈയിൽ വിജയ മേത്ത ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് രംഗായൻ എന്ന് പറയുന്ന അതിപ്രശസ്തമായ ഒരു നാടക സംഘമാണ്. ആ നാടക സംഘത്തിൻ്റെ സഹസ്ഥാപികയാണ്. അതുപോലെ തന്നെ ദേശീയ പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള അതിപ്രശസ്തയായ ഒരു സിനിമ നാടക സംവിധായകയാണ് വിജയ മേത്ത.
ഒരു പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണോ നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർ സ്പെഷ്യൽ ടോപ്പിക്കുകൾ അടങ്ങിയ ഒരു പുസ്തകമാണോ, സ്പെഷ്യൽ ടോപ്പിക്കുകൾ മുഴുവൻ മാർക്ക് നേടാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കും ടാലൻറ്റ് അക്കാദമി പോലീസ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഗൈഡ് പുറത്തിറക്കിയിരിക്കുന്നു. അതുപോലെ ഇതിന് മാത്രമല്ല മറ്റു പരീക്ഷകൾക്കും ഈ ഒരു ഗൈഡ് ഉപകാരപ്രദമാണ്. ഫയർമാൻ ഡ്രൈവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് ഉപയോഗിക്കാം, CEO ഡ്രൈവറിന് ഈ ഒരു പുസ്തകം ഉപയോഗിക്കാം, APO ഡ്രൈവറിനും ഈ ഒരു പുസ്തകം ഉപകാരപ്രദമാണ്. അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ വില 200 രൂപയാണ്. പക്ഷേ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ടാലൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇത് വാങ്ങാം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കി നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിച്ച പോയിന്റുകളെല്ലാം ഒരിക്കൽ കൂടെ നമുക്ക് ഓർത്തെടുത്താലോ? നമ്മുടെ റാപ്പിഡ് റിവിഷനുള്ള ടൈമാണ്. എന്നോടൊപ്പം തന്നെ പറഞ്ഞു പോവുക. 2026 ജൂലൈയിൽ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ്? അശുതോഷ് ദീക്ഷിതാണ്. ആരാണ് വ്യോമസേനയുടെ ഉപമേധാവിയായി നിയമിതനായത്? അശുതോഷ് ദീക്ഷിതാണ്. അതുപോലെ 2026 ജൂലൈയിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരായിരുന്നു എന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. N ശേഷാദ്രിനാഥനാണ്. പറഞ്ഞോളൂ, N ശേഷാദ്രിനാഥൻ. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ പേരായിരുന്നു. നമുക്കറിയാം, അത് വിക്രം മിസ്രിയാണ്. സീഷെയിൽസിലെ ഔദ്യോഗിക സന്ദർശനത്തിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച പരമോന്നത ബഹുമതിയുടെ പേരും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ. എന്താണ് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ? നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് ഡ്രോൺ ആക്രമണങ്ങൾക്കായി ഇന്ത്യൻ ആർമി രൂപീകരിക്കുന്ന പ്രത്യേക യൂണിറ്റുകളെ പറ്റിയായിരുന്നു. അതിൻ്റെ പേര് ബാസ് ബറ്റാലിയൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. 29ാമത് നാഷണൽ കോൺഫറൻസ് ഓൺ ഇ ഗവേണൻസ് NCEGന്റെ വേദി എവിടെയാണ്? രാജസ്ഥാനിലെ ജയ്പൂരാണ്. നമ്മൾ പഠിച്ചില്ലേ, മറന്നു പോകരുത്. പരീക്ഷ പൂർത്തിയായി 5 മിനിറ്റിനുള്ളിൽ ഫലം പ്രഖ്യാപിച്ച സർവകലാശാലയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. എന്താണ് വിശ്വേശ്വരയ്യ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി? പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റ് ആയിരുന്നു പരമ്പരാഗത ആയോധന കലയായ കളരിപ്പയറ്റിന് കണ്ണൂർ സർവകലാശാലയിൽ കോഴ്സ് ആരംഭിക്കുന്ന കാര്യം. അതുപോലെ 2 ആഴ്ച കൊണ്ട് 31 പുതിയ സ്പീഷീസുകളെ കണ്ടെത്താൻ സഹായിച്ച നൂതന സാങ്കേതിക വിദ്യയുടെ പേരും ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ പഠിച്ചല്ലേ ദിസ്റ്റാവിഡ്. എന്താണ് ദിസ്റ്റാവിഡ്? കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. രാജ്യം മുഴുവൻ ആംബുലൻസ് സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന ഏകീകൃത നമ്പർ ഓപ്ഷൻ A 112 ആണോ? ഓപ്ഷൻ B 911 ആണോ? C 100 ആണോ? D 101 ആണോ? രണ്ടാമത്തെ ചോദ്യം, ഭാര്യയുടെയും ഭർത്താവിന്റെയും സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് വേണം വിവാഹമോചന കേസുകളിൽ ജീവനാംശം അനുവദിക്കേണ്ടതെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയുടെ പേരാണ്. കേരള ഹൈക്കോടതിയാണോ? മദ്രാസ് ഹൈക്കോടതിയാണോ? കർണാടക ഹൈക്കോടതിയാണോ? ഡൽഹി ഹൈക്കോടതിയാണോ? സോ കമന്റ് ടു യുവർ ആൻസേഴ്സ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. 3 നോവലുകളുടെ സമാഹാരമായ സുഖം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ B PV ഷാജി കുമാർ ആണ് സുഖം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. രണ്ടാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ D നമ്മുടെ സ്വന്തം കേരളമാണ് രാജ്യത്ത് ആദ്യമായിട്ട് അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ന് പഠിപ്പിച്ച ഭാഗങ്ങൾ എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.